സല്യൂട്ട് ഭാരത്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് നമ്മൾ ഇന്ത്യയുടെ ചാര ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ സൈനിക ഉപഗ്രഹങ്ങളുടെ ശേഷി എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞതാണ്. ഇപ്പോൾ ആ ഉപഗ്രഹങ്ങളുടെ ശേഷി നമ്മൾ കുറേ കൂടി ചൈനയെയും പാകിസ്ഥാനെയും കൃത്യമായി നിരീക്ഷിക്കുന്ന തരത്തിൽ ആ ഉപഗ്രഹങ്ങൾ കൂടുതൽ വിന്യസിക്കാനായിട്ടുള്ള പദ്ധതികളിലേക്ക് രാജ്യം കടക്കുന്നു എന്നുള്ളത് വാർത്തകൾ വരുന്നു. ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കാൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഹരികുമാർ ഉണ്ട്. സാർ, സ്വാഗതം. നമസ്തേ. പ്രേം, എന്താണ് ഈ ഉപഗ്രഹ പദ്ധതിയുമായിട്ട് രാജ്യം എന്താണ് ലക്ഷ്യമിടുന്നത്? അത് എത്രത്തോളം വലിയ ഒരു സാമ്പത്തിക ബാധ്യത അല്ലെങ്കിൽ എത്രയും വലിയ ലക്ഷ്യങ്ങൾ നമുക്ക് നേടിത്തരുന്നതാണ് സാർ? ചൈനയും പാകിസ്ഥാനെയും കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ 52 സ്ട്രാറ്റജിക് സർവൈലൻസ്, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 52 ചാര ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച് അയക്കാനുള്ള ഒരു പ്രോജക്റ്റുമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. ഈ 52 ഉപഗ്രഹങ്ങൾക്ക് കൂടെ 27,000 കോടി രൂപ ചിലവാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ 27,000 കോടി രൂപ അത് വെറുതെ നമ്മൾ കടലിലോ നദിയിലോ ഒഴുക്കി കളയുന്ന പൈസയല്ല. ഇത് ഭാരതത്തിൻ്റെ സുരക്ഷിതത്വം, ദേശീയ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ഉപഗ്രഹങ്ങൾക്ക് യുദ്ധത്തിൽ എന്താണ് പ്രസക്തി എന്നുള്ളത് പ്രേം ആദ്യം തന്നെ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ സിന്ദൂറിൽ തെളിയിക്കപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂറിൽ കൃത്യതയോടുകൂടി പാകിസ്ഥാന്റെ എയർ സ്ട്രിപ്പുകളും അതുപോലെ എയർപോർട്ടുകളിലും കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിലും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ വിമാനങ്ങളും വിലയേറിയ ഡ്രോണുകളും സൂക്ഷിച്ചിരുന്ന ഹാങ്ങറുകളും ഒക്കെ തന്നെ ഇന്ത്യക്ക് തകർക്കാൻ പറ്റിയത് കൃത്യമായ ഈ ഉപഗ്രഹ നിരീക്ഷണ ISRO കൊടുത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്റിഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ആയിട്ട് ബന്ധപ്പെട്ട ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തീരുമാനങ്ങളെടുത്ത്, അതോടൊപ്പം തന്നെ കരയിലും കടലിലുമായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന റഡാർ നെറ്റ്വർക്കുകളും അതുപോലെ തന്നെ സെൻസർ നെറ്റ്വർക്കുകളും കൂടാതെ തന്നെ അവാക്സ് അതുപോലെ ഡ്രോൺ ബേസ്ഡ് ആയിട്ടുള്ള റഡാറുകൾ, ഇതൊക്കെ തന്നെ കൊടുത്ത ഇൻപുട്ട് ഇതിനോട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോഴാണ് ഇതൊരു തെറ്റില്ലാത്ത ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു സംവിധാനമായിട്ട് മാറിയത്. അപ്പോൾ അതിൻ്റെ പ്രയോജനം എന്താണെന്നും അതിൻ്റെ മേൽക്കൈ, അത് നമ്മൾക്ക് തരുന്ന മേൽക്കൈ എന്താണെന്നും ഓപ്പറേഷൻ സിന്ദൂർ നമ്മളെ കൃത്യമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടായത്? പെട്ടെന്ന് ഇങ്ങനൊരു ചിന്ത ഭാരത സർക്കാരിന് എന്തുകൊണ്ടാണ് ഉണ്ടായത്? എന്തിനാണ് ഉപഗ്രഹങ്ങൾ? ഇപ്പം ചിലർ ചിന്തിക്കുന്നവരുണ്ടാവാം, ഇന്ത്യ ബഹിരാകാശത്തെയും ആയുധവൽക്കരിക്കുകയാണ്, ഭൂമിയിൽ യുദ്ധം പോരാഞ്ഞിട്ട് ആകാശത്തും യുദ്ധം കൊണ്ടുവരികയാണ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവാം. പക്ഷേ ചൈനയാണ് ഇതിനെല്ലാം തുടക്കമിട്ടത്. ചൈന നമ്മളെക്കാൾ എത്രയോ അധികം ഈ മേഖലയിൽ മുന്നിലാണ് എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഇത് അടിയന്തിരമായിട്ട് നടപ്പാക്കേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. 2024 ഇന്ത്യക്കുണ്ടായ ഞെട്ടിപ്പിക്കുന്ന ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഈ ഒരു പ്രോജക്റ്റ് ജന്മം കൊള്ളുന്നത്. 2024 ഇന്ത്യയുടെ ഒരു ഭൗമനിരീക്ഷണ ഉപഗ്രഹത്തിൻ്റെ 1 കിലോമീറ്റർ അടുത്ത് വരെ ചൈനീസ് ഉപഗ്രഹം എത്തുന്നു. അതായത് ചൈനയുടെ ഒരു തന്ത്രം എന്നത് ഈ ചൈനയുടെ ഒരു വലിയ ഉപയോഗമൊന്നുമില്ലാത്ത ഉപഗ്രഹത്തെ അതിന് കമാൻഡ് കൊടുത്തുകൊണ്ട് ഈ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു ഉപഗ്രഹത്തെ തകർക്കുക എന്നതാണ്. പെട്ടെന്ന് തന്നെ അന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞിട്ട് ഇന്ത്യയുടെ ഉപഗ്രഹത്തെ അതിൻ്റെ ഇൻക്ലിനേഷൻ മാറ്റി അങ്ങനെ നമ്മൾ അതിൽ നിന്നും അപകടത്തിൽ നിന്നും ഒഴിവായി. അന്നാണ് നമുക്ക് ചൈന ആസൂത്രണം ചെയ്യുന്ന സ്പേസ് യുദ്ധത്തെക്കുറിച്ച് കൃത്യമായ ഒരു മുന്നറിയിപ്പ് അവർ തന്നെ നൽകിയത്. അതിനെ തുടർന്ന് നമ്മൾ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തു. പക്ഷെ അതിനു മുമ്പ് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സ്പേസ് ബേസ്ഡ് സർവൈലൻസ് പ്രോജക്റ്റ് ഇന്ത്യക്ക് അതിനു മുമ്പ് തന്നെ ഉണ്ട്. അതിൻ്റെമായിട്ടാണ് കുറെ നാളുകൾക്ക് മുമ്പ് ഒരു ആന്റി സാറ്റലൈറ്റ് മിസൈൽ നമ്മൾ വിക്ഷേപിച്ച് ഓർക്കുന്നുണ്ടാവുമല്ലോ. കഴിഞ്ഞ 2019-20 ഇലക്ഷന് മുമ്പായിരുന്നു ആ സംഭവം. അന്ന് ഇന്ത്യ തെളിയിച്ചു, അതായത് ഇന്ത്യക്ക് ഈ ഇത്തരം ഉപഗ്രഹങ്ങളെ കൃത്യമായിട്ട്
തകർക്കാനുള്ള ശേഷിയുണ്ട്. ചൈന എന്തെങ്കിലും അവിവേകം കാണിച്ചാൽ അതിനുള്ള ശേഷി നമുക്കുണ്ട് എന്ന് നമ്മൾ അന്ന് തെളിയിച്ചാണ്. അതിനെ തുടർന്ന് നമ്മൾ സ്പേസ് ബേസ്ഡ് സർവേലൻസ് പ്രോജക്റ്റ് എന്നൊരു പ്രോജക്റ്റ് നമ്മൾ കൊണ്ടുവരും. പക്ഷേ ഈ സാറ്റലൈറ്റ് പ്രൊജക്ഷൻ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഈ 52 സാറ്റലൈറ്റിന്റെ ഒരു പദ്ധതി, അത് ഓപ്പറേഷൻ സിന്ദൂർ ആണ്. അത് കുറച്ചുകൂടെ നമുക്ക് നമ്മുടെ മനസ്സിൽ ഈ ആശയത്തെ രൂഢമൂലമാക്കിയത്. ഈ ഇപ്പോഴത്തെ നമ്മുടെ ഒരുപാട് നമുക്ക് വലിയ പദ്ധതികളാണ് ഇന്ത്യക്കുള്ളത്. ഒന്നാമത്തേത് ഈ ക്രിയേഷൻ ഓഫ് ബോഡി ഗാർഡ് സാറ്റലൈറ്റ് എന്ന് പറയും. സാറ്റലൈറ്റുകളെ രക്ഷിക്കാനായിട്ട്, ഉപഗ്രഹങ്ങളെ രക്ഷിക്കാനായിട്ട് ബോഡി ഗാർഡ് സാറ്റലൈറ്റുകൾ ഉണ്ടാക്കുകയാണ്. അതായത് ഈ സാറ്റലൈറ്റുകൾ അതിൻ്റെ ഒരേ ഒരു ജോലി എന്ന് പറയുന്നത് സ്പേസ് സർവൈലൻസ് ആണ്. സ്പേസിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിന് റിയൽ ടൈം അവയർനെസ് ഇന്ത്യയുടെ സ്പേസ് സാറ്റലൈറ്റ് അവയർനെസ് കൺട്രോൾ സെന്റർ ഉണ്ട്. ആ കൺട്രോൾ സെന്ററിലേക്ക് ഈ റിയൽ ടൈം വീഡിയോ ഫുട്ടേജുകൾ അയക്കുകയും ഡാറ്റ വളരെ കൃത്യമായിട്ട് അപ്പോൾ തന്നെ പാസ് ചെയ്യുകയും ചെയ്യും. ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കും. അതായത് ഈ ഇത്തരം ചൈന നടത്തുന്ന ഈ ഉപഗ്രഹ യുദ്ധം, ആ യുദ്ധത്തിന്റെ പല തലങ്ങളുണ്ട്. അത് ഒരു തലമാണ് ഞാൻ ഈ പറഞ്ഞ ഫിസിക്കൽ അറ്റാക്ക്, നേരിട്ട് ഉപഗ്രഹത്തെ വന്ന് ഇടിച്ചു തകർക്കുക. മറ്റൊന്ന് ജാമിങ് ആണ്. ഇതിൽ നിന്നും സിഗ്നലുകൾ പോകുന്ന സിഗ്നലുകളെ ജാം ചെയ്യും. അതേ ഫ്രീക്വൻസിയിൽ അതിനേക്കാൾ ശക്തിയുള്ള അല്ലെങ്കിൽ അതിന് സമാനമായ ഫ്രീക്വൻസികളിൽ വളരെ ശക്തിയേറിയ സിഗ്നലുകൾ പുറപ്പെടുവിച്ചിട്ട് ജാമിങ് നടത്തും. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാവുമ്പോൾ ഗൈഡൻസ് ഇല്ലാതെ ഈ സാറ്റലൈറ്റ്, ഈ ഉപഗ്രഹങ്ങൾ പലപ്പോഴും വഴിതെറ്റാനും മറ്റു സ്ഥലങ്ങളിൽ പോയി ഇടിച്ച് സ്വയം തകരാനുമുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുകൂടാതെ ഞാൻ ഈ പറഞ്ഞ ഫിസിക്കൽ ഇന്റർഫറൻസ്, പിന്നെ ഫിസിക്കൽ ഇന്റർഫറൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ കൗണ്ടർ ചെയ്യാൻ ഈ ബോഡി ഗാർഡ് സാറ്റലൈറ്റുകളിൽ റോബോട്ടുകൾ ഉണ്ടാവും. ലേസർ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇങ്ങനെയുള്ള റോഗ് സാറ്റലൈറ്റുകൾ എന്നാണ് ഇതിനെ പറയുന്നത്. റോഗ് എന്ന് പറഞ്ഞാൽ തെമ്മാടി സാറ്റലൈറ്റുകളാണ് ഇത്തരം നമ്മുടെ സാറ്റലൈറ്റുകളെ തകർക്കാൻ വരുന്നത്. ആ തെമ്മാടി ഉപഗ്രഹങ്ങളെ റോബോട്ടുകളെ ഉപയോഗിച്ചും അതുപോലെ തന്നെ ലേസർ ഉപയോഗിച്ചും അവയെ നിർവീര്യമാക്കുകയോ അവയെ തകർത്ത് കളയുകയോ ചെയ്യുക. ഇങ്ങോട്ട് വന്ന് ഇടിക്കാൻ വരുന്നതിനെ അങ്ങോട്ട് കയറിയിട്ട് ആക്രമിക്കുക. അതായത് ഉപഗ്രഹങ്ങൾ അതിൻ്റെ നിശ്ചിത ഓർബിറ്റിൽ നിന്നും അല്പമെങ്കിലും വ്യത്യാസപ്പെടുകയോ അതിൻ്റെ വേഗത കൂടുകയോ കുറയുകയോ ചെയ്യുന്നോ ഇതെല്ലാം മോണിറ്റർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഗ്രൗണ്ട് ബേസ്ഡ് കൺട്രോൾ സ്റ്റേഷനിലോട്ട് റിയൽ ടൈം ഫുട്ടേജുകളും റിയൽ ടൈം ഡാറ്റയും അയക്കുമ്പോൾ ഇതൊക്കെ മോണിറ്റർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. വളരെ കൃത്യമായിട്ട് ഇത്തരം തെമ്മാടി ഉപഗ്രഹങ്ങളെ നിയന്ത്രിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സാറ്റലൈറ്റുകൾ തൽക്കാലം അതിൻ്റെ ഇൻക്ലിനേഷൻ, ചരിവുകൾ വ്യത്യസ്തപ്പെടുത്തുകയും ഒരല്പം സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തുകൊണ്ട് മറ്റതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്യുക. വീണ്ടും ശല്യപ്പെടുത്തുന്ന സാറ്റലൈറ്റുകളെ ഭൗതികമായിട്ട് തന്നെ നേരിടുക. അതിനെ ലേസർ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ റോബോട്ടിക് സഹായത്തോടു കൂടിയോ അവയെ നേരിടുക, നശിപ്പിച്ചു കളയും. ഇതൊക്കെ നിങ്ങൾ ചോദിക്കാം, ഇപ്പം ആ ബഹിരാകാശം ഒരു യുദ്ധഭൂമിയാക്കി മാറ്റുകയാണോ? എന്ത് ചെയ്യാനാണ്? അതിനെക്കുറിച്ച് തന്നെ എനിക്ക് ചോദിക്കാനുള്ളൂ സാർ. അതിനെക്കുറിച്ച് എനിക്ക് ചോദിക്കാനുള്ള കാര്യം, നമ്മൾ സ്പേസ് രംഗത്ത് പാകിസ്ഥാൻ അത്ര വലിയൊരു ശക്തിയല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാര്യം ബഹിരാകാശ രംഗത്ത് വെറും ഒരു വട്ടപൂജ്യമാണ് പാകിസ്ഥാൻ. പക്ഷേ ചൈന അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ അല്ലെങ്കിൽ ഒരു കരയുദ്ധത്തിലോ നേർക്കുനേർ യുദ്ധത്തിലോ ഇന്ത്യക്ക് ഏറ്റവും വലിയ ഭീഷണി നിലവിൽ പാകിസ്ഥാൻ ആണെങ്കിൽ ബഹിരാകാശത്ത് അത് ചൈനയാണ്, അല്ലേ? 100%. അതായത് നമ്മുടെ ഉപഗ്രഹങ്ങളുടെ അവരുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസം പറയുമ്പോൾ നമ്മൾ തന്നെ അന്തം വിട്ടിരുന്നു പോകും. ഇപ്പോൾ നമുക്ക് ഈ കൃത്യമായി ഇത്തരം ഭൗമ നിരീക്ഷണങ്ങളുടെ ഉപഗ്രഹത്തിന്റെ എണ്ണം എടുത്താൽ നമുക്ക് 100-110 എണ്ണമേ ഉള്ളൂ നമ്മുടേത്. ചൈനയുടെക്ക് നമ്മുടെക്കാൾ എത്രയോ ഇരട്ടിയാണ്. ചൈനയുടെ മൊത്തം സാറ്റലൈറ്റുകളുടെ എണ്ണം 930 അതിൽ എത്ര എണ്ണം മിലിറ്ററി സാറ്റലൈറ്റ് ആണെന്ന് എനിക്ക് അറിയാൻ വയ്യ. എങ്കിലും ഇന്ത്യയുടെ 110ന്റെ സ്ഥാനത്ത് ചൈനയ്ക്ക് ഒരു 300 ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഉറപ്പായിട്ടും, നിശ്ചയമായിട്ടും. കാരണം മൊത്തം 920 സാറ്റലൈറ്റുകൾ ഉള്ളതിൽ തീർച്ചയായിട്ടും പലതും ഡ്യുവൽ പർപ്പസ് സാറ്റലൈറ്റുകളായിരിക്കും. കാരണം അതിന് സിവിലിയൻ യൂസും മിലിറ്ററി യൂസും ഉള്ളതായിരിക്കും. ഇന്ത്യ ഇപ്പോൾ അടിയന്തരമായിട്ട് പദ്ധതി ഇടുന്നത് ഈ 2029 കൂടി 100 തൊട്ട് 150 അഡീഷണൽ മിലിറ്ററി സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുക എന്നുള്ളതാണ്.
അതായത് പൂർണ്ണമായിട്ടും ചൈനയെയും പാകിസ്ഥാനെയും നമ്മൾ കവർ ചെയ്യും. ഇപ്പം പിന്നെ പ്രേം പറഞ്ഞതുപോലെ പാകിസ്ഥാൻ ഒന്നുമല്ല, ഒരു ഇംഗ്ലീഷിൽ ഒരു നോൺ എൻഡൈറ്റി എന്ന് പറയും, അങ്ങനത്തെ ഒരു രാജ്യമാണ് ഈ സ്പേസിന്റെ കാര്യം വരുന്നത്. അവർക്ക് ആകെ ഉള്ളത് 8 ഉപഗ്രഹങ്ങളാണ്, മൊത്തം എല്ലാ തരത്തിലുമുള്ള ഉപഗ്രഹം. ശരിക്കും പൂർണ്ണമായ ഒരു മിലിറ്ററി സാറ്റലൈറ്റ് ഉണ്ടോ എന്ന് പോലും സംശയമാണ്. അപ്പൊ പാകിസ്ഥാൻ അല്ല നമ്മുടെ ശത്രു. ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് എല്ലാ വിവരങ്ങളും കൈമാറിക്കൊണ്ടിരുന്നത് ചൈനയാണ്. അത് ചൈന വളരെ കൃത്യമായിട്ട് സൂചനകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഈ മേഖലയിലേക്ക് അതുകൊണ്ട് തന്നെ ISRO മാത്രമല്ല സ്വകാര്യ കമ്പനികളെയും ഇന്ത്യ ക്ഷണിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഈ അടുത്ത സമയത്ത് നമുക്കറിയാം, പിന്നെ മിഷൻ ദൃഷ്ടി എന്ന ലോകത്തിൽ ആദ്യമായിട്ടുള്ള ഓപ്റ്റോ SAR സാറ്റലൈറ്റ്, അതായത് ഒരേ സമയം ഫോട്ടോ എടുക്കുകയും അതുപോലെ തന്നെ റഡാറിലെ ഉപയോഗിച്ച് വിവരം ശേഖരിക്കുകയും ചെയ്തിട്ട് അവിടെ വെച്ച് തന്നെ ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് ഭൂമിയിലേക്ക് വിവരം അയക്കുന്ന ഒരു സാറ്റലൈറ്റ് ഇന്ത്യ വിക്ഷേപിച്ചു. അതൊരു സ്വകാര്യ കമ്പനിയാണ് വിക്ഷേപിച്ചത്. അപ്പൊ അത് ലോകത്തിന് മുഴുവൻ അത്ഭുതമാണ്. ഇങ്ങനെ വലിയ സ്വകാര്യ മേഖലയിലും വലിയ കുതിച്ചുചാട്ടം നടത്തുന്നുണ്ട്. നമ്മുടെ ഒരു സമയപരിമിതി പോലെ ഞാൻ കൂടുതൽ അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും ശരി, ഇപ്പോ ചൈനയെ നേരിടാൻ ഇന്ത്യ അരയും തലയും മുറുക്കി രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് നേരെയുള്ള ഈ ത്രെട്ടിന്റെ ആഴം, ഈ ഭീഷണിയുടെ ആഴവും പരപ്പും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നിശ്ചയമായിട്ടും നമ്മുടെ ഭൗമ നിരീക്ഷണ സ്ട്രാറ്റജിക് സർവൈലൻസ് സാറ്റലൈറ്റുകളുടെ എണ്ണം നമ്മൾ ചൈനയുടേതിന് സമാനമായിട്ട് വർദ്ധിപ്പിക്കും. ചൈനയേക്കാൾ ആധുനികമായ ടെക്നോളജി നമ്മൾ ഉപയോഗിക്കും. കൂടുതൽ ഇത്തരം സംഭവവികാസങ്ങൾ ഉണ്ടാകുന്ന മുറയ്ക്ക് അതിന്റെ വിവരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. നന്ദി സാർ.